9th സ്റ്റാൻഡേർഡ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 14 എക്സാമ്പിൾ ക്വസ്റ്റ്യനും പേജ് നമ്പർ 15 ഫസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യനുമാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ: when a small vessel was filled and emptied 5 times and a big one 2 times into a bucket, it contains 20 liters. Instead, when this was done twice with the small vessel and thrice with the big, it contained only 19 liters. How much can each vessel hold? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ വെസലിൽ 5 ടൈംസും വലിയ വെസലിൽ 2 ടൈംസും ഫില്ല് ചെയ്തിട്ട് ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചപ്പം അതിനകത്ത് 20 ലിറ്റേഴ്സ് വാട്ടർ ഉണ്ട്. ഇതിന് പകരം ചെറിയ വെസലിൽ 2 ടൈംസും വലിയ വെസലിൽ 3 ടൈംസും എടുത്തിട്ട് ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചപ്പം അത് 19 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഉണ്ട്. എങ്കിൽ ആ ചെറിയ വെസലിൻ്റെയും വലിയ വെസലിൻ്റെയും അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത് ഒരു ചെറിയ വെസലും ഉണ്ട്, ഒരു വലിയ വെസലും ഉണ്ട്. ഇത് രണ്ടിലും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വാട്ടറിൻ്റെ അളവ്, അതായത് ഇത് രണ്ടിൻ്റെയും വോളിയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എക്സ് ലിറ്ററും ഇതിൻ്റെ വൈ ലിറ്ററും ആക്കി എടുക്കാം. ഇനി ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത് ഈ ചെറിയ വെസലിനകത്ത് 5 ടൈംസ് വാട്ടർ ഫില്ല് ചെയ്തു, 5x. എന്നിട്ട് ഒരു വലിയ ബക്കറ്റിലേക്ക് ഈ വാട്ടർ ഒഴിച്ചു. ഓരോ പ്രാവശ്യം വാട്ടർ എടുത്തിട്ട് അങ്ങനെ 5 ടൈംസ് വാട്ടർ ഈ വെസലിനകത്ത് ഫില്ല് ചെയ്തിട്ട് ഈ ബക്കറ്റിനകത്തേക്ക് ഒഴിച്ചു. അപ്പോൾ ഈ ബക്കറ്റിനകത്ത് വാട്ടർ എത്ര ഉണ്ടാവും? 5x ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഈ വലിയ വെസലിനകത്ത് 2 ടൈംസ് എടുത്തിട്ട് ഈ ബക്കറ്റിനകത്തേക്ക് ഒഴിച്ചു. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും വാട്ടറിൻ്റെ അളവ്? 2y ഉണ്ടാവും. 2 പ്രാവശ്യം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ +2y. ഇതാണ് ടോട്ടൽ വാട്ടറിൻ്റെ അളവ് ഇതിനകത്ത് ഉണ്ടാവുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 20 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഉണ്ട് എന്ന് നമുക്ക് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി ഇതിന് പകരം ഇൻസ്റ്റെഡ് എന്താ ചെയ്തത്? ഈ ചെറിയ വെസലിനകത്ത് 2 പ്രാവശ്യം വാട്ടർ എടുത്തു, അതായത് 2x ടൈം വാട്ടർ എടുത്തു. വലിയ വെസലിനകത്ത് 3 ടൈംസും വാട്ടർ എടുത്തു, അതായത് 3y. എന്നിട്ട് ഇത് രണ്ടും ഈ വെസലിനകത്തേക്ക് ഒഴിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്തുള്ള വാട്ടറിൻ്റെ അളവ് എത്രയായിരിക്കും ഉണ്ടാവുക? 2x + 3y ആണല്ലോ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 19 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഉണ്ടെന്നും ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ തന്ന കണ്ടീഷൻസ് വെച്ച് നമ്മൾ 2 ഇക്വേഷൻസ് ഉണ്ടാക്കി. ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് കിട്ടും, അതായത് ചെറിയ വെസലിൻ്റെയും വലിയ വെസലിൻ്റെയും വോളിയം കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 5x + 2y = 20, ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ ഇക്വേഷൻ 2x + 3y = 19. ഇനി ഈ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യണം. ഇവിടെ നോക്കൂ, നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻസുകൾ എന്തൊക്കെയാണ്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ 5ഉം 2ഉം, അതുപോലെ വൈയുടെ കോഎഫിഷ്യൻസുകൾ 2 ഇക്വേഷനകത്ത് 2ഉം 3ഉം ആണുള്ളത്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻസുകളും സെയിം അല്ല, വൈയുടെ കോഎഫിഷ്യൻസുകളും സെയിം അല്ല. ഇനി നമുക്ക് സെയിം ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സിൻ്റെ കോഎഫിഷ്യൻസുകൾ സെയിം ആക്കാം. എക്സിൻ്റെ കോഎഫിഷ്യൻസുകൾ എന്തൊക്കെയാണ് അപ്പോൾ ഉള്ളത്? 5ഉം 2ഉം ആണുള്ളത്. അപ്പോൾ ഈ 5ൻ്റെയും 2ൻ്റെയും LCM എന്താണ്? LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 2ൻ്റെയും 2 × 5 10 ആണ് വരിക. അപ്പോൾ നമ്മൾ ഈ 5നെ 10 ആക്കണം എന്നുണ്ടെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഈ 2നെ 10 ആക്കണം എന്നുണ്ടെങ്കിൽ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ 2 ഇക്വേഷനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഫസ്റ്റത്തെ ഇക്വേഷനെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, രണ്ടാമത്തെ ഇക്വേഷനെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഈ എക്സിൻ്റെ ടേമിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, എല്ലാ ടേമിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലേ നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻസുകൾ 2 ഇക്വേഷനകത്തും സെയിം ആയി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 × 2 ചെയ്യണം. ഇക്വേഷൻ നമ്പർ 1 × 2 ചെയ്താൽ 2 × 5 10x + 2 × 2 4y = 2 × 20 40. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 × 5 10x + 5 × 3 15y = 5 × 19 = 95. ദിസ് ഇക്വേഷൻ നമ്പർ 4. ഇനി നമുക്ക് ഏത് ഇക്വേഷൻ ഏതാ കുറക്കേണ്ടത്? ഇവിടെ
കോൺസ്റ്റന്റ് ടേമിൽ 95 ഇതാണല്ലോ ബിഗർ നമ്പർ. അപ്പോൾ ഈ 95 40 പോയാൽ നമുക്കൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ വൈയുടെ കോഎഫിഷ്യന്റ് ഇവിടെ 15 ആണ്. 15 4 പോയാലും നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 4 ഇക്വേഷൻ നമ്പർ 3 സബ്ട്രാക്ട് ചെയ്യാം. അതെല്ലാം നമ്മൾ ഇക്വേഷൻ നമ്പർ 3 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് നമ്പേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, 4 3 കുറക്കാം. 10x 10x പോയാൽ 0 കിട്ടും. 15y 4y പോയി കഴിഞ്ഞാൽ 11y ഇസ് ഈക്വൽ ടു 95 40 പോയി കഴിഞ്ഞാൽ 55. സോ y ഇസ് ഈക്വൽ ടു 55 ഡിവൈഡഡ് ബൈ 11 ദാറ്റ്സ് ഈക്വൽ ടു 5. y എന്ന് പറയുന്നത് വലിയ വെസലിൻ്റെ വോളിയം. ഇനി ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ y ഇസ് ഈക്വൽ ടു 5 എന്നുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് കൊടുക്കുക. നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷനകത്ത് കൊടുക്കാം. സോ y ഇസ് ഈക്വൽ ടു 5 ഇൻ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഇത്. സോ 5x പ്ലസ് 2 ഇൻറ്റു വൈൻ്റെ പൊസിഷനിൽ നമ്മൾ 5 കൊടുക്കണം ഇസ് ഈക്വൽ ടു 20. സോ 5x പ്ലസ് 2 ഇൻറ്റു 5 10 ഇസ് ഈക്വൽ ടു 20. 5x is equal to 20 minus 10. So 5x is equal to 10. x is equal to 10 by 5 equal to 2. എക്സും കിട്ടി. അതായത് ചെറിയ വെസലിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വാട്ടറിൻ്റെ അളവ് എന്ന് പറയുന്നത് 2 ലിറ്റർ. വലിയ വെസലിനകത്ത് 5 ലിറ്റേഴ്സ് ഓഫ് വാട്ടറും കൊള്ളും. നെക്സ്റ്റ് പേജ് നമ്പർ 15 ഫസ്റ്റത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻ. ദ പ്രൈസ് ഓഫ് 2 kilograms ഓഫ് ഓറഞ്ച് ആൻഡ് 3 kilograms ഓഫ് ആപ്പിൾ ഈസ് 520 rupees. The price of 3 kilograms of orange and 2 kilograms of apple is 480 rupees. What is the price of each? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 2 കിലോ ഓറഞ്ചിനും 3 കിലോ ആപ്പിളിനും കൂടെ 520 rupees ആണ്. 3 കിലോ ഓറഞ്ചിനും 2 കിലോ ആപ്പിളിനും കൂടെ 480 rupees ആണ്. എങ്കിൽ 1 കിലോ ആപ്പിളിൻ്റെയും 1 കിലോ ഓറഞ്ചിൻ്റെയും പ്രൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1 കിലോ ഓറഞ്ചിൻ്റെ പ്രൈസ് എക്സും 1 കിലോ ആപ്പിളിൻ്റെ പ്രൈസ് വൈയും ആക്കിയെടുക്കാം. ഓറഞ്ചിൻ്റെ പ്രൈസ് എക്സ്, ആപ്പിളിൻ്റെ പ്രൈസ് വൈയും ആക്കിയെടുത്തു. ഇനി തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് ഇക്വേഷൻ ഫോം ചെയ്യണം. ദ പ്രൈസ് ഓഫ് 2 kilograms ഓഫ് ഓറഞ്ച്, 2 കിലോ ഓറഞ്ചിൻ്റെ, 1 കിലോ ഓറഞ്ചിൻ്റെ പ്രൈസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ 2 കിലോ ഓറഞ്ചിൻ്റെ പ്രൈസ് എന്തായിരിക്കും, 2 ഇൻറ്റു എക്സ് പ്ലസ് ആൻഡ് 3 kilograms ഓഫ് ആപ്പിൾ, 3 കിലോ ആപ്പിൾ. 1 കിലോ ആപ്പിളിന് വൈ ആണെന്നുണ്ടെങ്കിൽ 3 കിലോ ആപ്പിളിൻ്റെ പ്രൈസ് എന്തായിരിക്കും, 3 ഇൻറ്റു വൈ ദാറ്റ്സ് ഈക്വൽ ടു 520 rupees. ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് തന്നിട്ടുള്ളത് എന്താണ്, ദ പ്രൈസ് ഓഫ് 3 kilograms ഓഫ് ഓറഞ്ച്, 3 കിലോ ഓറഞ്ച്, 1 കിലോ ഓറഞ്ചിൻ്റെ എക്സ്, അപ്പോൾ 3 കിലോ ഓറഞ്ചിൻ്റെ 3x പ്ലസ് ആൻഡ് 2 kilograms ഓഫ് ആപ്പിൾ, 1 കിലോ ആപ്പിളിൻ്റെ വൈ, അപ്പോൾ 2 kilogram ആപ്പിൾ 2y. എത്രയാണ് അതിൻ്റെ പ്രൈസ്, 480 rupees. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇനി ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വൈയുടെയും വാല്യൂ കിട്ടും. അതായത് 1 കിലോ ഓറഞ്ചിൻ്റെയും 1 കിലോ ആപ്പിളിൻ്റെയും പ്രൈസ് കിട്ടും. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ 2 ഇക്വേഷനകത്ത് നോക്കൂ, ഇവിടെ എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസുകൾ എന്താണ്. ഫസ്റ്റത്തെ ഇക്വേഷനകത്ത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2, വൈയുടെ കോഎഫിഷ്യൻറ്റ് 3. ഇനി രണ്ടാമത്തെ ഇക്വേഷനകത്ത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3, വൈയുടെ കോഎഫിഷ്യൻറ്റ് 2. 2 ഇക്വേഷനകത്തും എക്സുകളുടെ കോഎഫിഷ്യൻസും ഈക്വൽ അല്ല, വൈയുടെ കോഎഫിഷ്യൻസുകളും ഈക്വൽ അല്ല. നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസുകൾ 2 ഇക്വേഷനകത്തും ഈക്വൽ ആക്കണം. എക്സിൻ്റെ കോഎഫിഷ്യൻസുകൾ ഈക്വൽ ആക്കാം. അപ്പോൾ ഇവിടെ 2ഉം 3ഉം ആണുള്ളത് അല്ലേ. 2ൻ്റെയും 3ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതായത് LCM എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. 2 ഇൻറ്റു 3 6. അപ്പോൾ ഇതിനെ 6 ആക്കണം എന്നുണ്ടെങ്കിൽ, 2നെ 6 ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ 3നെ 6 ആക്കണം എന്നുണ്ടെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 2 ഇക്വേഷനകത്തും എക്സിൻ്റെ കോഎഫിഷ്യൻസ് 6 ആക്കി കിട്ടും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു 3 ഇംപ്ലൈസ് 3 ഇൻറ്റു 2 6x പ്ലസ് 3 ഇൻറ്റു 3 9y is equal to 3 into 520. 520 into 3. 3 into 0, 0. 2 into 3, 6. 3 into 5, 15. 1560. Then in equation number 2നെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. Then 2 into 3, 6x plus 2 into 2,
4y ഈക്വൽ ടു 2 ഇൻറ്റു 480 960. ഇത് ഇക്വേഷൻ നമ്പർ 3യും ഇത് ഇക്വേഷൻ നമ്പർ 4ഉം ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഏത് ഇക്വേഷന് ഏതാ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനകത്തുനിന്ന് നാലാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെയാണ് ബിഗർ നമ്പർ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ വാല്യൂന്ന് 960 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടുക. അതുപോലെ ഇവിടെ വൈയുടെ കോഎഫിഷ്യൻസ് ഇവിടെയാണ് ഗ്രേറ്റർ വാല്യൂ ഉള്ളത്. അപ്പോൾ 9 4 പോയി കഴിഞ്ഞാലും പോസിറ്റീവ് വാല്യൂ കിട്ടുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 3ന്ന് ഇക്വേഷൻ നമ്പർ 4 സബ്ട്രാക്ട് ചെയ്യുക. ഗീവ്സ് 6x 6x പോയാൽ 0, 9y 4y പോയാൽ 5y, 1560 960 പോയി കഴിഞ്ഞാൽ 0 0 0 6 6 0, 15 9 പോയാൽ 6. സോ ആൻസർ 600 ആയിരിക്കും കിട്ടുക. സോ y ഈസ് ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ 5. 60 ഡിവൈഡഡ് ബൈ 5 12, ഒരു 0, 120 കിട്ടും വൈയുടെ വാല്യൂ. അതായത് 1 കിലോ ആപ്പിളിൻ്റെ പ്രൈസ് കിട്ടി. ഇനി ഓറഞ്ചിൻ്റെ പ്രൈസ് എക്സ് കിട്ടണം. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ y ഈക്വൽ ടു 120 എന്നുള്ളത് ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനകത്ത് കൊടുത്താൽ മതി. നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷനകത്ത് കൊടുക്കാം. സോ y ഈസ് ഈക്വൽ ടു 120 ഇൻ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് ഒന്നിനകത്ത് കൊടുത്താൽ 2x പ്ലസ് 3 ഇൻറ്റു വൈയുടെ പൊസിഷനിൽ 120 കൊടുക്കുക. 120 ഈക്വൽ ടു 520. സോ 2x പ്ലസ് 3 ഇൻറ്റു 12 36, 0 is equal to 520. So 2x is equal to 520. 316 റൈറ്റ് എടുത്താൽ മൈനസ് 360 ആയി മാറും. സോ ഇസ് ഈക്വൽ ടു 520 360 പോയി കഴിഞ്ഞാൽ 160. സോ 2x is equal to 160. So x is equal to 160 divided by 2, that's equal to 80. എക്സിൻ്റെ വാല്യൂ 18 കിട്ടി. അതായത് ഓറഞ്ചിൻ്റെ പ്രൈസ് എത്രയാണ്? therefore 1 കിലോ ഓറഞ്ചിൻ്റെ പ്രൈസ് 80 rupees. ഇനി 1 കിലോ ആപ്പിളിൻ്റെ പ്രൈസോ 120 rupees.